ഹലോ. അപ്പം ഇന്ന് ഞാൻ നല്ലൊരു മീൻ കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഞാനെങ്ങനെ മീൻ കറി വെക്കുകയെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറുള്ളി ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക കേട്ടോ. ചെറുള്ളി കുറച്ച് തോനിട്ടാലും നല്ല രസമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് നല്ലോണം വെന്ത് വരട്ടെ. നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. മൂക്കണ വരെ നല്ലോണം ഇളക്കി കൊടുക്കാം. പിന്നെ മൺചട്ടിയിലായിട്ടാണ് വെക്കുന്നത്. മൺചട്ടിയിൽ വെച്ചൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് സൂതമീനാണ് കേട്ടോ കിട്ടിയത് വയ്ക്കാൻ. ഇപ്പം നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ മീൻ വറക്കണതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇപ്പം ഒന്ന് വീഡിയോ എടുക്കേണ്ട വിചാരിച്ചുകൊണ്ട് കറി വെച്ചതാട്ടോ. ഇതാക്കുന്ന കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 4-5 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം ആവിട്ട് നമുക്കതിലേക്ക് പൊടികൾ ഇടാം കേട്ടോ. ഞാൻ 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളകും പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് 3ഉം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പാകത്തിന് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ വറ്റിക്കുകയാണ് ചെയ്യുന്നത്. കറിയാണെങ്കിൽ കുറച്ചുകൂടി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പുളിവെള്ളം എടുത്തിട്ടുള്ളൂ. ഞാൻ ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാക്കുന്ന കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. മീനൊക്കെ നല്ലോണം നന്നാക്കി കഴുകി വെച്ചിട്ടുണ്ട്. എല്ലാ മീനും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മൺചട്ടി ആകുമ്പോൾ എല്ലാവർക്കും ചട്ടി മതിയാവും ചോറുണ്ണാൻ. മീനും കറിയൊന്നും വേണ്ടില്ല. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ചട്ടിയിലിട്ടിട്ടാവും എല്ലാവരും കഴിക്കല്ലേ ചോറ്. അപ്പോൾ നല്ല രസമാണ്. ഇതൊക്കെ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. ആക്കണ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം വറ്റട്ടെ. നമുക്ക് വെളുത്തുള്ളിയും പെരിഞ്ചീരകം കൂടി അരച്ചതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഉടയാതെ ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ വെളുത്തുള്ളിയും പെരിഞ്ചീരകവും മിക്സിയിൽ അടിച്ചല്ല ചതച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. മിക്സി ഉള്ളവർക്ക് മിക്സി അടിക്കേണ്ടത്. മിക്സി കേടാവുകൊണ്ട് ഞാനിപ്പോൾ ചതച്ചിട്ടാണ്, ഉരലിൽ ചതച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ മിക്സിയിൽ ചതച്ചിട്ട് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുള്ളൂ. അരച്ചിടുമ്പോൾ ഒന്നും കൂടി അതിലേക്ക് പിടിക്കും. അതൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നല്ലോണം വറ്റട്ടെ കേട്ടോ. ഇതൊക്കെ നല്ലോണം വറ്റി വരുന്നുണ്ട്. എല്ലായിടത്തും പല വ്യത്യസ്തമായിട്ടാവില്ലേ കറി ഉണ്ടാക്കുക. അപ്പോൾ നമ്മളിങ്ങനെയാണ് കേട്ടോ കറി വയ്ക്കുക. അപ്പോൾ ഇഷ്ടമാവണോല് ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലോണം വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം കേട്ടോ. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ മീൻ കറി വറ്റിച്ചതായിട്ടോ.
എന്നിട്ട് ഒന്ന് അടച്ച് വെക്കാം നമുക്ക്. ഇപ്പോൾ ഇതാക്കണം ആയിട്ടുണ്ട്. മീൻ നല്ലോണം വെന്ത് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചോറെടുത്തിട്ട് അതിലൊഴിച്ച് കാണിച്ചു തരാം കേട്ടോ. മീൻ കറി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ ചോറിലെടുത്ത് കാണിച്ചു തരാം കേട്ടോ മീൻ കറി. അപ്പോൾ ഇതാക്കണേ നല്ല കറി ഇതാക്കണേ, അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർ ഒന്ന് ട്രൈ ചെയ്യുക, മീൻ കറിയൊക്കെ ഇഷ്ടമുള്ളവർ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ, താങ്ക് യു.